ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ അഷ്ടപഞ്ചാശ സർഗ സീതാ പ്രവൃത്യുപലംബഃ. ഇത്യുക്തകരുണം വാക്യം വാനരൈസ്ത്യക്തജീവിതൈഃ സ ബാഷ്പോ വാനരാൻഗ്രദ്ര പ്രത്യുവാച മഹാസ്വനഃ. യവീയാൻ മമ സഭ്രാതാ ജടായുർനാമ വാനരാഃ യമാഖ്യാതഹതം യുദ്ധേ രാവണേന ബലീയസ. വൃദ്ധഭാവാദ് അപക്ഷത്വാക്ഷണ്വംസ്തദ വിമർശയേ നഹി മേ ശക്തിരസ്ത്യദ്യ പ്രാദുർവൈരവിമോക്ഷണേ. പുരാ പൃത്രവദേ വൃത്തേ സ ചാഹം ജയൈഷിണോ ആദിത്യം ഉപയാദോസ്യോ ജ്വലന്തം രശ്മിമാലിനം. ആവൃത്യാകാശമാർഗേണ ജവേന സ്മഗതോ വൃശം മദ്യം പ്രാപ്തേ ദിനകരേ ജടായൂരവസീദതി. തമഹം പ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മിഭിരർദ്ധിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം. നിർദഗ്ധപക്ഷാപതിതോ വിന്ദേഹം വാനരർഷഭാഃ അഹമസ്മിൻ വസൻ ഭ്രാതു പ്രവൃത്തിം നോപലക്ഷയേ. ജടായുഷസ്ത്യേവ മുക്തോ ഭ്രാത്രാ സമ്പാദിനാ തദാ യുവരാജോ മഹാപ്രാജ്ഞ പ്രത്യുവാചാംഗതസ്തദാ. ജടായുഷോ യദി ഭ്രാതാഷുതം ദേ ഗദിതം മയാ ആഖ്യാഹി യദി ജാനാസി നിലയം തസ്യ രക്ഷസ. അദീർഘദർശിനം തം വൈ രാവണം രാക്ഷസാദമം അന്തികേ യദി വാ ദൂരേ യദി ജാനാസി ശംസനഃ. തതോ അബ്രവീൻ മഹാതേജ ജ്യേഷ്ഠോ ഭ്രാതാ ജടായുഷഃ ആത്മാനുരൂപം വചനം വാനരാൻ സംപ്രഹർഷയൻ. നിർദഗ്ധവക്ഷോ ഗ്രദ്രോഹം ഹീനവീര്യപ്ലവംഗമാഃ വാക്മാത്രേണ ദുരാമസ്യ കരിഷ്യേ സാഹ്യമുത്തമം. ജാനാമി വാരുണാദ് ലോകാൻ വിഷ്ണോസ്ത്രൈവിക്രമാനപി മഹാസുരവിമർദാൻ വാപ്യ മൃതസ്യ ജവന്ദനം. രാമസ്യ യദിദം കാര്യം കർത്തവ്യം പ്രഥമം മയാ ജരയാ ജഹൃദം തേജ പ്രാണാശ്ച ശിഥിലാ മമ. തരുണീ രൂപസമ്പന്നാ സർവാഭരണഭൂഷിതാ ഹ്രിയമാണാ മയാ ദൃഷ്ടാ രാവണേന ദുരാത്മനാ. ക്രോശന്തി രാമ രാമേതി ലക്ഷ്മണേതി ജപാമിനി ഭൂഷണാന്യപവിദ്യന്തി ഗാത്രാണി ച വിദുന്വതി. സൂര്യപ്രഭേവ ശൈലാഗ്രേ തസ്യ കൗശേയമുത്തമം അസിതേ രാക്ഷസേ ബാധി യഥാവാദടിദംബുദേ. താം തു സീതാമഹം മന്യേ രാമസ്യ പരികീർത്തനാത് ശ്രൂയതാം മേ കഥയതോ നിലയം തസ്യ രക്ഷസഃ. പുത്രോ വിശ്രവസ്സ സാക്ഷാ ഭ്രാതാ വൈശ്രവണസ്യ ജ അദ്യസ്തേ നഗരീം ലങ്കാം രാവണോ നാമ രാക്ഷസഃ. ഇതോ ദീപേ സമുദ്രസ്യ സമ്പൂർണേ ശതയോജനേ തസ്മിൻ ലങ്കാപുരീ രമ്യ നിർമ്മിതാ വിശ്വകർമ്മണാ. ജംബൂനദമയേർദ്വാരേ ചിത്രേ കാഞ്ചനവേദികൈഃ പ്രാകാരേണോർക്കവർണേന മഹദാസു സമാവൃതാ. തസ്യാം വസതി വൈദേഹി ദീനാ കൗശേയവാസിനി രാവണാന്തപുരേ രുദ്ധാ രാക്ഷസീഭിः സമാവൃതാ. ജനകസ്യാത്മജാം രാജ്ഞസ്തത്ര ദ്രക്ഷ്യത മൈഥിലിം ലങ്കായാമദഗുപ്തായാം സാഗരേണ സമന്തതഃ. സംപ്രാപ്യ സാഗരസ്യാന്തം സമ്പൂർണം ശതയോജനം ആസാദ്യ ദക്ഷിണം തീരം തതോ ദ്രക്ഷ്യത രാവണം. തത്രൈവ ത്വരിതാ ക്ഷിപ്രം വിക്രമധ്വം പ്ലവംഗമാഃ ജ്ഞാനേന ഖലു പശ്യാമി ദൃഷ്ട്വാ പ്രത്യാഗമിഷ്യത. ആദ്യപന്ഥാ കുലിംഗാനാം യേ ചാന്യേധാന്യജീവിനഃ ദ്വിതീയോ ബലിഭോജാനാം യേ ച വൃക്ഷഫലാസിനഃ. ഭാസാ തൃതീയം ഗച്ഛന്തി ക്രൗഞ്ചാശ്ചാകുരരൈः സഹ സേന്യാ ചതുർത്ഥം ഗച്ഛന്തി ഗദ്രാ ഗച്ഛന്തി പഞ്ചമം. ബലവീര്യോപപന്നാനാം രൂപയൗവനശാലിനാം ഷഷ്ഠസ്തു പന്ഥാ ഹംസാനാം വൈനതേയഗതിപരാ. വൈനതേയാച്ഛനോ ജന്മ സർവേഷാം വാനരർഷഭാഃ ഇഹസ്തോഹം പ്രപശ്യാമി രാവണം ജാനകീം തദാ. അസ്മാകമപി സൗപർണം ദിവ്യം ചക്ഷുർബലം തദാ
തസ്മാദാഹാരവീര്യേണ നിസർഗേണ ജവാനരാः ആയോജനസദാസാഗ്രാദ്വയം പശ്യാമ നിത്യശഃ അസ്മാകം വിഹിതാ ദൃഷ്ടിർനിസർഗേണ ജദൂരതഃ വിഹിതാവാദമൂലേ ദുവൃത്തിശ്ചരണയോദിനാം ഗർഹിതം ദു കൃതം കർമ്മ ഹേനസ്മാപി സിദാസിന പ്രതീകാര്യം ജമേ തസ്യ വൈരം പ്രാതുകൃതം ഭവേത് ഉപായോ ദൃശ്യതാം കശ്ചിത് ലംഘനേ ലവണാംബസഃ അഭിഗമ്യതു വൈദേഹിം സമൃദ്ധാർത്ഥാഗമിഷ്യത സമുദ്രം നേതുമിച്ഛാമി ഭവഭിർവരുണാലയം പ്രാധാസ്യാമുദകം പ്രാതു സ്വർഗതസ്യ മഹാത്മനഃ തതോ നീത്വാദുദം ദേശം തീരം നദനദീപദേഃ നിർദഗ്ധപക്ഷം സമ്പാദിം വാനരാസു മഹൗജസഃ പുനസ്തം പ്രാപയിത്വാ തം ദേശം പദഗേശ്വരം ബഭൂവോർവാനരാ ഹൃഷ്ടാ പ്രവൃത്തിം ഉപലഭ്യതേ പുനസ്തം പ്രാപയിത്വാ തം ദേശം പദഗേശ്വരം ബഭൂവോർവാനരാ ഹൃഷ്ടാ പ്രവൃത്തിം ഉപലഭ്യതേ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം കിഷ്കിന്ധാകാണ്ഡേ സീതാപ്രവൃത്യുപലംബോ നാമ അഷ്ടപഞ്ചാശത് സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 58-ാമത്തെ സർഗം സീതാസ്ഥാന കഥനം. ജീവിതത്തിൽ ആശയറ്റ വാനരന്മാരാൽ ഇപ്രകാരം ദീനമായി പറയപ്പെട്ട ഗൃധ്രൻ കണ്ണീരും വാർത്തുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു: വാനരന്മാരെ, പോരിൽ രാവണനാൽ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന ജടായു എൻ്റെ അനുജനാകുന്നു. വാർദ്ധക്യം കൊണ്ടും ചിറകില്ലാത്തതുകൊണ്ടും അത് കേട്ടിട്ടും ഞാൻ സഹിക്കുന്നു. സോദരന് വേണ്ടി പകവീട്ടാൻ എനിക്കിപ്പോൾ കഴിവില്ല. പണ്ട് വിത്രവധം നടക്കുന്ന കാലത്ത് അവനും ഞാനും മത്സരിച്ച് കതിരുകൾ കൊണ്ട് തിളങ്ങുന്ന സൂര്യനെ പ്രാപിക്കാനായി പറന്നു. മാനത്ത് വട്ടമിട്ടു പറന്നു. വേഗം ഞങ്ങൾ വളരെ ഉയരത്തിലെത്തി. സൂര്യൻ ഉച്ചസ്ഥനായപ്പോൾ ജടായു തളർന്നു. അനുജൻ വെയിലേറ്റ് വല്ലാതെ വലഞ്ഞത് കണ്ട് ഞാൻ സ്നേഹത്തോടെ ചിറകുകൾ കൊണ്ട് അവനെ മറച്ചു. വാനരവീരരെ, ചിറക് കരിഞ്ഞ് ഞാൻ ഈ വന്ധ്യപർവ്വതത്തിൽ വീണു. ഇവിടെ പാർത്തുപോരുന്ന ഞാൻ പിന്നെ അനുജൻ്റെ വൃത്താന്തമൊന്നും അറിഞ്ഞിട്ടില്ല. ജടായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാതി ഇപ്രകാരം പറഞ്ഞത് കേട്ട് മഹാപ്രാജ്ഞനും യുവരാജാവുമായ അംഗദൻ പറഞ്ഞു: നീ പറഞ്ഞത് ഞാൻ കേട്ടു. നീ ജടായുവിൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ നിനക്കറിയാമെങ്കിൽ ആ രാക്ഷസൻ്റെ പാർപ്പിടം പറഞ്ഞു തരിക. ദീർഘദർശനമില്ലാത്ത ആ രാക്ഷസാധമൻ അടുത്തോ അകന്നോ എവിടെയെന്ന് അറിയാമെങ്കിൽ ഞങ്ങളോട് പറയുക. അത് കേട്ട് മഹാതേജസ്വിയും ജടായുവിൻ്റെ ജ്യേഷ്ഠനുമായ അവൻ തനിക്ക് ഒത്തവണ്ണം വാനരന്മാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: വാനരന്മാരെ, ചിറക് കരിഞ്ഞ് വീര്യം കെട്ട ഗൃധ്രനാണ് ഞാൻ. വാക്കുകൊണ്ട് മാത്രം ഞാൻ രാമന് ഉത്തമ സഹായം ചെയ്യാം. വരുണലോകങ്ങൾ എനിക്കറിയാം. വിഷ്ണു മൂവടി കൊണ്ട് ലോകങ്ങൾ അളന്നതും അറിയാം. ദേവാസുര യുദ്ധവും അമൃതമദനവും എനിക്ക് അറിവുണ്ട്. രാമൻ്റെ ഈ കാര്യം ഞാൻ ഉടനെ ചെയ്യേണ്ടതാണ്. ജര കൊണ്ട് തേജസ് തുടങ്ങി. എൻ്റെ പ്രാണങ്ങളും ശിഥിലങ്ങളായി. സർവാഭരണഭൂഷിതയും സുന്ദരിയുമായ ഒരു തരുണി ദുരാത്മാവായ രാവണനാൽ അപഹരിക്കപ്പെടുന്നത് ഞാൻ കാണുകയുണ്ടായി. രാമ രാമ ലക്ഷ്മണ എന്നവൾ വിളിച്ചു കേണിരുന്നു. ആഭരണങ്ങൾ ഉലയുമാറ് അവൾ അവയവങ്ങൾ കുടഞ്ഞിരുന്നു. മലമേൽ വെയിൽ പോലെയും മുകിൽമാലയിൽ മിന്നൽ പോലെയും കറുത്ത അരക്കനിൽ അവളുടെ നല്ല പട്ടുചേല വിളങ്ങിയിരുന്നു. രാമനെ വിളിച്ചിരുന്നതിനാൽ അവൾ സീത എന്ന് കരുതുന്നു. ആ രാക്ഷസൻ്റെ വാസസ്ഥാനം ഞാൻ പറയാം, കേട്ടോളൂ. സാക്ഷാൽ വിശ്രവസിൻ്റെ മകനും വൈശ്രവണൻ്റെ തമ്പിയും രാവണൻ എന്ന് പേരാർന്നവനുമായ ആ രാക്ഷസൻ ലങ്കാനഗരത്തിലാണ് പാർത്തുപോരുന്നത്. ഇവിടെ നിന്ന് തികച്ചും 100 യോജന അകലെ കടലിൽ ഒരു ദ്വീപുണ്ട്. അതിൽ വിശ്വകർമാവ് തീർത്തതാണ് മനോഹരമായ ലങ്കാപുരി. സ്വർണം കൊണ്ടുള്ള വാതിലുകൾ, മനോഹരങ്ങളായ കാഞ്ചനവേദികൾ, കനകവർണ്ണങ്ങളായ വലിയ മാളികകൾ ഇവയാൽ ശോഭിതമാണ് അത്. സൂര്യസമപ്രഭമായ വലിയ പ്രാകാരം കൊണ്ടും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പട്ടാമ്പരധാരിണിയും ദീനയുമായ സീത വസിക്കുന്നത് അവിടെയാണ്. രാവണാന്തപുരത്തിൽ രാക്ഷസികളാൽ രക്ഷിതയായി അവൾ കഴിയുന്നു. നാലുപാടും കടലിനാൽ ചൂഴപ്പെട്ട ലങ്കയിൽ ജനകപുത്രിയായ സീതയെ നിങ്ങൾ കണ്ടെത്തും. തികച്ചും 100 കാതം കടലിനപ്പുറത്തെത്തിയാൽ തെക്കേ തീരത്ത് രാവണനെ നിങ്ങൾ കണ്ടെത്തും. വാനരന്മാരെ, വേഗം അങ്ങോട്ട് പാഞ്ഞുകൊള്ളി.
നിങ്ങൾ അവനെ കണ്ടെത്തി മടങ്ങി വരുമെന്ന് ഞാൻ ജ്ഞാനത്താൽ കാണുന്നു. ആകാശത്തിൽ ആദ്യത്തെ മാർഗം കുലിംഗങ്ങൾക്കും മറ്റു ധാന്യഭോജികൾക്കും ഉള്ളതാകുന്നു. രണ്ടാമത്തേത് ബലിബുക്കുകൾക്കും വൃക്ഷഫലഭോജികൾക്കും ഉള്ളതത്രേ. മൂന്നാം വഴിക്ക് ബാസങ്ങളും ക്രൗഞ്ചങ്ങളും കുരരങ്ങളും പറക്കുന്നു. നാലാമത്തേതിൽ ശേനങ്ങളും അഞ്ചാമത്തേതിൽ ഗൃദ്രങ്ങളും സഞ്ചരിക്കുന്നു. ബലവീര്യയുക്തങ്ങളും രൂപയൗവനശാലികളുമായ ഹംസങ്ങളുടെ മാർഗമാണ് ആറാമത്തേത്. അതിനു മേലെയാണ് വൈനതേയന്മാരുടെ സഞ്ചാരമാർഗം. അല്ലയോ വാനരശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെയൊക്കെ ജന്മം വൈനതേയനിൽ നിന്നാകുന്നു. വിശുദാസനായ അവൻ ചെയ്തത് നിന്ദ്യമായ കാര്യമത്രേ. എൻ്റെ അനുജനോട് ചെയ്തതിന് പ്രതികാരം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ രാവണനെയും സീതയെയും കാണുന്നു. ഞങ്ങൾക്കും സുവർണനെ പോലെ ദിവ്യദൃഷ്ടിയും ബലവുമുണ്ട്. ഹേ വാനരന്മാരെ, ആഹാരബലം കൊണ്ടും സ്വഭാവേനയും 100 യോജനയ്ക്കപ്പുറം വരെ ഞങ്ങൾക്ക് എപ്പോഴും കാണാം. സ്വതേ ഞങ്ങൾക്ക് ആഹാരം അങ്ങ് അകലെയാണ് വിധിച്ചിരിക്കുന്നത്. കുക്കുടങ്ങൾക്കാണ് അടുത്തുള്ള തരുമൂലത്തിൽ ഇര കൽപ്പിച്ചിട്ടുള്ളത്. കടൽ കടക്കാൻ ഉപായം കണ്ടെത്തുവിൻ. സീതയെ കണ്ട് കാര്യം നേടി മടങ്ങാം. നിങ്ങൾ എന്നെ കടൽക്കരയിൽ എത്തിക്കണം. വിണ്ണേറിയ മഹാത്മാവായ അനുജന് ഉദകദാനം ചെയ്യണം. അപ്പോൾ കരുത്തരായ മർക്കടർ ചിറകുകരിഞ്ഞ സമ്പാദിയെ നദീപതിയുടെ തീരത്ത് എത്തിച്ചു. പക്ഷിശ്രേഷ്ഠനെ വീണ്ടും സ്വസ്ഥാനത്ത് കൊണ്ടാക്കി വാർത്ത കിട്ടിയ വാനരർ സന്തുഷ്ടരായി. ഇതോടുകൂടി 58ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.